ദ ലോങ് മാർച്ച് ഓഫ് എ കോൺഗ്രസ്മാൻ. കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന ഒരു പരസ്യമായിരുന്നു. പരസ്യം എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണ പേജിലെ പരസ്യം. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി നേതാക്കന്മാർ തമ്മിൽ പോരാട്ടമില്ലെങ്കിലും അണികൾ തമ്മിൽ വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഇങ്ങനെ ഒരു പേജ് പരസ്യം വന്നത്. ഇനി കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ഡൽഹിയിലും ഈ പരസ്യം എത്തി എന്നുള്ളതാണ്. ചിലർ വായിക്കണം, ചിലർ വായിക്കേണ്ടതായിട്ടുണ്ട്, ചിലർ വായിച്ച് മനസ്സിലാക്കണം. അതുതന്നെയായിരുന്നു ലക്ഷ്യം. എന്തായാലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള അധികാര ഭ്രമമാണ് ഇപ്പോൾ കാണുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല. ജനം ആർക്കൊപ്പം എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. മെയ് 4 വരെ കാത്തിരിക്കണം. പക്ഷേ അതിനിടയിൽ വലിയ തരത്തിലുള്ള നീക്കങ്ങളാണ് നേതാക്കന്മാർ പല ഭാഗത്തുകൂടി നടത്തുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന് വേണ്ടി അഭിപ്രായം പറഞ്ഞവർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചവർ ഇപ്പോൾ മൗനത്തിലാണ്. അതിനും ഒരു കാരണമുണ്ട്. ലീഗ് കൃത്യമായി അതിനൊരു മറുപടി നൽകിയിട്ടുണ്ട്. എല്ലാം ജനഹിതമനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്ന്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ അർത്ഥങ്ങളുമുണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ മുതൽ തന്നെ പ്രതിപക്ഷ നേതാവിനോട് ഒരു താല്പര്യം ലീഗിനുണ്ട്. അവർ പ്രത്യക്ഷത്തിൽ അത് പറയുന്നില്ല, പക്ഷേ പരോക്ഷമായി അവർ സൂചനകൾ നൽകാറുണ്ട്, നൽകിയിട്ടുമുണ്ട്. അതുതന്നെയായിരുന്നു ജനഹിതമറിഞ്ഞായിരിക്കണം തീരുമാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കും ഒപ്പം തന്നെ അതിനകത്തുള്ള മറ്റു നേതാക്കന്മാർക്കുമൊക്കെ പ്രതിപക്ഷ നേതാവിനോട് വലിയ താല്പര്യം തന്നെ ഉണ്ട്. അതറിയാവുന്ന നേതാക്കന്മാർ തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ പരസ്യങ്ങളുമായി, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് പത്രങ്ങളിൽ പരസ്യങ്ങൾ നൽകി മുന്നോട്ട് വരുന്നത്. രമേശ് ചെന്നിത്തലയുടെ ജീവിതം തുടങ്ങി, അതായത് 8ാം ക്ലാസ് മുതൽ ഇപ്പോൾ വരെയുള്ള രാഷ്ട്രീയ യാത്രയുടെ നേർചിത്രമായിരുന്നു ആ പരസ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു പരസ്യം അല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നതെങ്കിൽ തന്നെയും ആ പരസ്യം നൽകിയിരിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസ് നേതാവ് പറയുന്നത് അതിലെ ചിത്രങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തത് മാത്രമാണ് താൻ ചെയ്ത ജോലി, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന്. എന്തായാലും ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ പോലും ഇത്തരത്തിൽ പരസ്യങ്ങൾ നൽകി അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കാഴ്ച കേരളം കാണുകയാണ്. ഇതിനിടയിൽ ഒട്ടുമിക്ക നേതാക്കന്മാരും മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി പല ആവർത്തി വിലക്കുന്നു. ചില ആളുകൾ ചർച്ച നടന്നിട്ടില്ല എന്ന് പറയുന്നു. ചില കോൺഗ്രസ് നേതാക്കന്മാർ ഈ സംഭവങ്ങളെയൊക്കെ പരിഹസിച്ച് തള്ളുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസിൽ ചെറിയ തരത്തിലുള്ള ഒരു വെടിക്കെട്ടെങ്കിലും നടക്കട്ടെ എന്ന് നേതാക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ചിലർക്ക് കൊള്ളാനുള്ള സ്ഥലത്ത് തന്നെ കൊള്ളുകയും ചെയ്യും. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഫലം വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന നേതാക്കന്മാരെ കണ്ടിട്ടില്ല. അതിനിടയിൽ ചില ആളുകൾ കണക്കുകൾ കൂട്ടിത്തുടങ്ങിയിരിക്കുന്നു. ലീഗിൻ്റെ സഹായം കിട്ടുമോ, ഘടകകക്ഷികളുടെ സഹായം കിട്ടുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജയിക്കുന്ന MLA-മാർ കൂടി തീരുമാനിക്കണം ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന്. അക്കാര്യത്തിൽ ഒരു സൂചന പോലും കിട്ടാതെ പിന്നെ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നേതാക്കന്മാർക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഏറെ നാളായി ഭരണത്തിൽ നിന്ന് വിട്ടുനിന്നവർ കഴിഞ്ഞ 10 വർഷമായി ഭരണരംഗത്തില്ല, അധികാരമില്ല. അതുകൊണ്ടുണ്ടായ ഒരു ഭ്രമമായിരിക്കാം ഒരു പക്ഷേ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക, മുഖ്യമന്ത്രി കസേര കൈയടക്കുക എന്ന ലക്ഷ്യം. എന്തായാലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള പോരാട്ടം കേരളത്തിൽ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു പോരാട്ടം. പ്രത്യേകിച്ച് നേതാക്കന്മാരല്ല, അവരുടെ അണികളാണ്. പലതരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ ഓരോ ദിവസവും ഓരോരോ അഭിപ്രായങ്ങൾ പുറത്തേക്ക് വിടുന്നത്. ചിലരാകട്ടെ ചില മാധ്യമ സർവേകൾ വരെ നടത്തുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മെയ് 4 വരെ കാത്തിരുന്നാൽ മാത്രമേ ആര് മുഖ്യമന്ത്രിയാകൂ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതാണ് കൃത്യമായി ലീഗ് പറഞ്ഞത്. മെയ് 4 ആകട്ടെ,
ഫലം വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാം മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗ് ഒരിക്കൽ കൂടി കേരള രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി മാറും UDFന് അനുകൂലമായ തീരുമാനമാണ് ജനങ്ങൾ നൽകുന്നതെങ്കിൽ. കാരണം വിഘടിച്ച് നിൽക്കുന്നവർക്കൊപ്പം ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കേണ്ടത് ലീഗായി മാറും. അവർ നിർണായക ശക്തിയായി മാറും. അവരുടെ മുന്നിൽ ഈ അവകാശവാദങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ലീഗ് വളരെ കൃത്യമായി അവരുടെ നേതാക്കന്മാർ വളരെ ഭംഗിയായ ഭാഷയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത്. അതാണ് ജനഹിതം അറിഞ്ഞിട്ട് തീരുമാനിക്കാം, അല്ലെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇനിയും കാണാം ഇത്തരത്തിലുള്ള പുള്ളൗട്ടുകൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പത്രങ്ങളിൽ. എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരസ്യം കാണുന്നത്. പക്ഷേ അതിനു പിന്നിൽ മറ്റു മോഹങ്ങൾ ഒന്നും തന്നെയില്ല. അണികളിൽ ചിലർ നൽകിയ ഒരു പരസ്യം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയുമായി അടുത്ത ബന്ധങ്ങൾ പറയുന്നത്. രമേശ് ചെന്നിത്തലയും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇതുവരെയായും പ്രതികരിച്ചിട്ടുമില്ല. എന്തായാലും പ്രതികരിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ചർച്ചകൾ വേണ്ട എന്ന് ഹൈക്കമാൻഡും KPCCയും വിലക്കുമ്പോഴും പക്ഷേ ആ ആവശ്യത്തിൽ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.